ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിൻ നമ്പർ വരണമെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ആക്കണം കേട്ടോ. ഗൂഗിൾ ആഡ്സെൻസ് അടിച്ചു കൊടുത്തിട്ട് അത് ഓപ്പൺ ആക്കി എടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, അതോടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ മുകളിലെ ബെല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി, അതിൽ വെരിഫൈ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. സ്റ്റാർട്ട് വെരിഫിക്കേഷൻ കൊടുക്കുക കേട്ടോ. അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രേഖകളുടെ ലിസ്റ്റാണ് കേട്ടോ അതിന് മുന്നുള്ളതിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ലീഗൽ നെയിം എന്നുള്ളിടത്ത് നമ്മളെ രേഖകളിലൊക്കെ ഉള്ള പേര് കൊടുക്കുക കേട്ടോ. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതൊക്കെയാണ് കേട്ടോ നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വോട്ടർ ID, അതിലുള്ള രേഖകളാണ് ഉപയോഗിക്കുക. ആധാർ കാർഡൊന്നും പറ്റില്ല കേട്ടോ. സെലക്ട് ID ടൈപ്പ് എന്നുള്ളിടത്ത് ഞാനും പാൻ കാർഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിക്സാർട്ടിൽ JPG ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. JPG PNG ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് ഓഫ് ID എന്നുള്ളതിൽ നമ്മൾ മീഡിയ ആ ഭാഗം എടുത്തിട്ട് മീഡിയ പിക്കറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഫ്രണ്ട് ഓഫ് ID എന്നുള്ളത് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. എന്തായാലും ഇത് നേരാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഇതാക്കിയപ്പോഴാണ് പിന്നെ ഞാൻ ഈ ഒരു ഫ്രണ്ട് ഓഫ് ID എന്ന് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ കുറേ ബാക്കൊക്കെ അടിച്ചു, അതുകൊണ്ട് അത് ശരിയായില്ല കേട്ടോ. പിന്നെ നമ്മൾ ക്യാമറയിൽ അങ്ങനെ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് JPG PNG PDF ഈ ഒരു ഫോർമാറ്റിലൊക്കെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനത് പിക്സാർട്ടിലാക്കിയിട്ട് പിക്സാർട്ട് ഉപയോഗിച്ചിട്ട് JPG ഇമേജ് ആക്കിയിട്ട് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ പിന്നെയും ബാക്ക് അടിച്ചിട്ട് ആ ഇമേജ് എന്നുള്ളത് നോക്കിയപ്പോഴും ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2 വട്ടം ട്രൈ ചെയ്ത് 3ാമത്തെ വട്ടം ഞാൻ ആ പിക്സാർട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഒരു പിക്ചർ എടുത്തപ്പോഴാണ് ഇത് ശരിയായത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഓഫ് ID കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ ബാക്ക് ഓഫ് ID ഉണ്ട്. നമ്മുടെ IDയുടെ ഫ്രണ്ടും ബാക്കും അതേപോലെ നമ്മൾ ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ 2 ഭാഗവും ക്ലിയർ ആയിട്ട് തന്നെ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് വെക്കാൻ നോക്കുക. എനിക്കിങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ നേരെ പിൻ നമ്പർ വരുന്നതാണ് കേട്ടോ കരുതിയിരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് മെയിൽ വരും കേട്ടോ. അപ്പോൾ മെയിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മെയിൽ ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിൻ നമ്പർ വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ടാക്സിൻ്റെ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അത് ഇതിൻ്റെ ശേഷം അതും ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് പേര് കുറേ സംശയങ്ങളായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ മോണിറ്റൈസേഷൻ്റെ. അത് പിന്നെ സിമ്പിളായിരുന്നു. ഞാൻ പിന്നെ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്തായാലും എടുത്തതാണ്. ഇതിൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് കേട്ടോ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനിലുള്ളത്. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേ ടാക്സിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാനും കുറച്ചും കൂടി നമുക്ക് സ്റ്റെപ്സുകളുണ്ട്. ഇപ്പോൾ കണ്ടോ, വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് മെയിൽ വരുന്നതിൽ നിന്ന് നേരിട്ട് നമുക്ക് അതിലൊരു വെരിഫൈ നോ എന്നുള്ളതിൽ ഞെക്കിയിട്ട് നേരിട്ട് നമുക്കിതിലേക്ക് വരാൻ പറ്റും കേട്ടോ. ഇനി ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ളതാണ്. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യൂ കേട്ടോ.